മുഹാസബ എന്ന് പറഞ്ഞാൽ പരസ്പരം ഒരു കണക്കെടുപ്പ് നടത്തലാണ്. നമ്മളെക്കുറിച്ചിട്ടൊരു കണക്കെടുപ്പ് നടത്തിപ്പോരലാണ്. ഹാസിബു ഖബല അൻ തുഹാസബു, നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് ചോദ്യം ചെയ്യുക. അതിനെയാണ് മുഹവിൻ്റെ ദാത്തിൽ നിന്ന് സിഫാത്തുകൾ പുറപ്പെട്ട അഫ്ആലുകൾ. ഇത് ചിലപ്പോൾ നമുക്ക് ടെക്നിക്കൽ ഇസ്തിലാഹിയായ അൽഫാദുകൾ എന്ന് പറയും. അത് നമുക്ക് മനസ്സിലാകില്ല, മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. എന്ന് വെച്ചാൽ അല്ലാഹ് എന്ന് പറയുന്നതിൽ നിന്നും പുറപ്പെടുന്ന ഷാഫി എന്ന് പറയുന്ന സിഫത്ത്, ആ ഷാഫി എന്ന് പറയുന്ന സിഫത്ത് എപ്പോഴാണ് നമുക്ക് അഷ്ഹദു ആകുക എന്നറിയോ? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, എല്ലാ സിഫത്തുകളിലും അഷ്ഹദു ഉണ്ട്. അല്ലാഹ് എന്നതിൽ മാത്രമല്ല അഷ്ഹദു, എല്ലാ സിഫത്തുകളിലും അഷ്ഹദു ഉണ്ട്. ഉദാഹരണത്തിന് ഷാഫി എന്ന് പറയുന്നതിൻ്റെ ഷഹാദത്ത് എടുക്കാം. ഷാഫി എന്ന് പറയുന്ന ആ ഒരു സിഫത്ത് അള്ളാഹുവിൻ്റെ സിഫത്ത് ഉണ്ട് എന്ന് നമുക്കറിയാം. അത് ഇൽമുൽ യഖീനാണ്. അത് ഐനുൽ യഖീനാകണമെങ്കിൽ, നമ്മുടെ കണ്ണിലേക്ക് അത് കാണണമെങ്കിൽ സത്യത്തിൽ അത് ഉള്ളിൽ വന്ന് പ്രവർത്തിക്കണം. ഉദാഹരണത്തിന് നമുക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു എന്ന് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്നൊരു വേദന വന്നു എന്ന് വെക്കുക. അവിടെ കൈവച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസി, ഹോസ്പിറ്റലിൽ പോകേണ്ടവർ പോകണതൊക്കെ ചെയ്യണം. പക്ഷേ പെട്ടെന്നൊരു വിശ്വാസി തൻ്റെ കൈയിവിടെ വെച്ചുകൊണ്ട് യാ ഷാഫി എന്ന് ഉറക്കെ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ്, കുറേ സൈക്കോളജിക്കൽ വേർഷൻസ് പറഞ്ഞതുകൊണ്ടോ, സോഷ്യോളജിയുടെ കുറേ ഭാഗങ്ങൾ പറഞ്ഞതുകൊണ്ടോ, സൈക്കോളജിയുടെ മറ്റ് വകഭേദങ്ങളായിട്ടുള്ള ആന്ത്രോപോളജിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടോ, വേറെ ഏതെങ്കിലും ടാക്ടിക്സുകളും സ്ട്രാറ്റജിയും പറഞ്ഞതുകൊണ്ടോ അല്ല കുടുംബം നേരെയാകുന്നത്. പഴയ കാലഘട്ടത്തിൽ ഏറ്റവും തക്കവയുള്ള ആളുകൾ ഉണ്ടായത്, ഉലമാക്കരിക്കുന്നുണ്ട്, അവരോട് ചോദിച്ചാലറിയാം. പണ്ട് 6ാം ക്ലാസ്സിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏറ്റവും ശക്തമായിട്ട് നടപ്പിലാക്കിയത് അദ്കിയ എന്ന് പറയുന്ന കിതാബാണ്. ആ അദ്കിയത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിരുന്നു. എന്താണ് ശരിയ, എന്താണ് തരീഖ, എന്താണ് ഹഖീഖ, എന്താണ് മഗ്രിഫ, എന്താണ് അമ്മാറ, എന്താണ് ലവ്വാമ, എന്താണ് മുൽഹിമ, എന്താണ് മുത്മഇന്ന, എന്താണ് ഈ പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ വിശദീകരിച്ചു പോയിരുന്നു. അതൊന്നെല്ലാം നമ്മൾ എടുത്തു മാറ്റി. ഉലമാക്കളെല്ലാം എടുത്തു മാറ്റിയത്, നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഉലമാക്കൾ മാറ്റിവെച്ചത്. ദർസിൽ ഞങ്ങളൊക്കെ പണ്ട് പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന കിതാബ് ഉണ്ടായിരുന്നു. ഇഹ്യാ ഉലൂമുദ്ദീൻ, ഇഹ്യാ ഉലൂമുദ്ദീനും ഇന്ന് കാണാനില്ല. ചെറിയ ചില ഇതിലുകളിൽ മാത്രമേ അതുള്ളൂ. ഫുതൂഹുൽ ഗൈബും ഫതഹുർ റബ്ബാനി ഉന്നത താലിബീനും നമ്മൾ ഇതുവരെ കണ്ടിട്ടേ ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞു വരുന്നതൊക്കെ ഉലമാക്കൾ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാകാം. പക്ഷെ അല്പമെങ്കിലും ഈ പാവപ്പെട്ട ജനതക്ക് നമുക്ക് കൊടുത്തുകൂടെ? ആ ഒരു ബേസിൽ വെച്ചുകൊണ്ട് പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ അതിൻ്റെ ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക്, നമ്മളതിൽ ആലിമൊന്നുമല്ല, അതിലൊരു വിദ്യാർത്ഥി എന്ന നിലക്ക് പറയുകയാണ്, നമുക്ക് ഈ വിശ്വാസ പ്രമാണങ്ങൾ ഉണ്ടാകണം. അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസം നമുക്കുണ്ടാകണം. നമ്മൾ എത്രത്തോളം വിശ്വാസികളാകണമെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകളാണുള്ളത്. ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം നമുക്കറിയാം. മുമ്പ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് സൂറത്ത് മുജാദല ഇറങ്ങിയിട്ടുള്ളത്. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതശ്തകി ഇലല്ലാഹ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ സൂക്തത്തിന്റെ പേരാണ്. ഒരു ജുസ്ഉ തുടങ്ങുന്നത് തന്നെ അത് വെച്ചുകൊണ്ടാണ്. ആ സൂറത്തിനാണ് സൂറത്ത് മുജാദില എന്ന് പറയാം. അത് ഇറങ്ങാൻ തന്നെ കാരണം ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു തആല അൻഹയാണ്. ഞാൻ ഇപ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്നെ ളിഹാർ ചൊല്ലിയപ്പോ, ളിഹാർ എന്ന് പറഞ്ഞാൽ അൻതി അലയ്യ കലഹരി ഉമ്മി എന്ന് പറയുന്ന ഒരു വാക്കാണ്. നീ ഇന്നു മുതൽ എനിക്ക് ഉമ്മാന്റെ മുതുകു പോലെയാണ്. ഉമ്മാന്റെ മുതുകു പോലെ എന്ന് പറഞ്ഞാൽ നീ ഉമ്മാനെ പോലെയാണ്. അതുകൊണ്ട് ഒരിക്കലും എന്താകരുത്, ഇന്നു മുതൽ ഞാനും നീയും തമ്മിലൊരു ബന്ധവുമില്ല എന്ന പ്രഖ്യാപനത്തിന്റെ പേരാണ് ളിഹാർ. അത് ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പര്യവസാനം അവസാനിപ്പിക്കുന്നതിന് മുമ്പേ മക്ക മുശ്രിക്കീങ്ങൾ നടപ്പിലാക്കിയിരുന്ന ഒന്നിന്റെ പേരാണ് ളിഹാർ. ഇസ്ലാമുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരി തന്റെ ഭർത്താവിൽ നിന്ന് ആ വാക്ക് വീണ്ടും കേൾക്കുകയാണ്. അൻതി അലയ്യ കലഹരി ഉമ്മി. ഇത് പറഞ്ഞതോടുകൂടി ബേജാറായിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് എത്തുകയാണ്. ഞാൻ ഈ ചരിത്രം പറയാൻ വേണ്ടി മാത്രമല്ല ഇത് പറയുന്നത്, നമ്മളിൽ എത്ര വിശ്വാസമുണ്ടാകണമെന്നാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, എന്ത് അള്ളാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഭർത്താവ് എന്നെ ളിഹാർ ചൊല്ലിയിരിക്കുകയാണ്.
ലിഹാർ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള ചെല്ലല്, അത് ഇസ്ലാമിൽ അത് ശരിക്കും സാധുവാകുമോ, ഇസ്ലാമിൽ അത് അംഗീകരിക്കപ്പെടുമോ? പറഞ്ഞു തരിനെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാതെ നിൽക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അള്ളാഹു അറിയിച്ചു കൊടുത്താലല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും സംസാരിക്കുകയില്ല. അതുകൊണ്ട് അതിനു വേണ്ടി കാത്തു നിൽക്കുകയാണ്. പക്ഷേ ഈ സ്ത്രീ പിന്നെയും ധൃതി കൂട്ടി. പാവം ഖൗല റളിയല്ലാഹു തആല അൻഹ ധൃതി കൂട്ടിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാതെ വീണ്ടും നിന്നു. 3 തവണ ആവർത്തിച്ച് ചോദിക്കാണ്, നിങ്ങൾ പറയിൻ, എനിക്കെന്റെ വീട്ടിലേക്ക് പോകണം, അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ പറഞ്ഞുതാ, ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോ എന്റെ മക്കള് അത് യതീമായി പോകുമോ, എന്റെ ഭർത്താവിന്റെ മുമ്പിൽ ഞാൻ വിധവയായി പോകുമോ, സമൂഹത്തിൽ ഞാൻ വിധവയെന്നറിയപ്പെടുമോ, അതുകൊണ്ട് എന്റെ വീട്ടിലേക്ക് തിരിക്കണമെങ്കിൽ നിങ്ങൾ മറുപടി പറഞ്ഞു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞു കൊടുത്തില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഈ പാവം സ്ത്രീ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ആകാശത്തേക്ക് നോക്കിയിട്ട് എന്തോ പറയുന്നുണ്ടായിരുന്നു. മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ആകാശത്തേക്ക് നോക്കി പിറുപിറുത്തുകൊണ്ട് പോകുന്ന ആ പാവം സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ സങ്കടം തോന്നുകയാണ്. കാരണം ലിഹാർ അത് ഇസ്ലാമിൽ അനുവദിക്കപ്പെടുമോ അനുവദിക്കപ്പെടില്ലയോ, ആയത്തിറങ്ങാത്തത് കൊണ്ട് എന്ത് പറഞ്ഞു കൊടുക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിക്കവേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറയാണ്, ഖദ് സമി അല്ലാഹ് ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതഷ്തകി ഇലല്ലാഹ്. ഭർത്താവിനെ കുറിച്ച് നിങ്ങളോട് ആവലാതി പറഞ്ഞില്ലയോ റസൂലേ, ആ സ്ത്രീയുടെ വാക്കിനെ ഞാൻ കേട്ടിരിക്കുന്നു എന്ന് അല്ലാഹു നേരിട്ട് പറയാണ്. ഖദ് സമി അല്ലാഹ്, ഖദ് സമി അല്ലാഹ്, അല്ലാഹു കേട്ടിരിക്കുന്നു. ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ, അവളുടെ ഭർത്താവിനെ കുറിച്ച് നിങ്ങളോട് അപലാതി പറഞ്ഞ പെണ്ണിന്റെ ശബ്ദം ഞാൻ കേട്ടിരിക്കുന്നു എന്നാണ്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞ വാക്കെന്താ? ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതഷ്തകി ഇലല്ലാഹ്, വതഷ്തകി ഇലല്ലാഹ്, സമ്പൂർണമായും അവർ അല്ലാഹുവിലേക്ക് തിരിഞ്ഞു എന്നാണ്. അല്ലാഹ് പറഞ്ഞ ഗ്യാരണ്ടി അതാണ്. അവര് മറ്റൊരു ഭാഗത്തേക്കും പോകാതെ നേരെ അല്ലാഹുവിനോടാ പറഞ്ഞത്, അല്ലാഹുവേ എനിക്കൊരു പ്രതിവിധി തരണേ എന്ന്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ മറുപടി ഉണ്ടായി. ലിഹാർ ഒരിക്കലും ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടില്ല എന്ന് ആ പാവം സ്ത്രീയോട് സങ്കടപ്പെടണ്ട എന്ന് പറയണം. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഹാർ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ചുരുക്കി പറഞ്ഞവർ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്രയാണ്. ആ സ്ത്രീയെ കുറിച്ച് അള്ളാഹു പറയുന്നത്, ഖൗല റളിയല്ലാഹു തആലയെ കുറിച്ച് പറയുന്നത് അള്ളാഹുവിലേക്ക് തിരിഞ്ഞു എന്നാണ്. ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഞാൻ ചെറുതായൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെങ്കിൽ, നമ്മൾ അല്ലാഹുവിലേക്ക് തിരിയുന്നതിന് പകരം നമ്മൾ തിരിയുന്നത് മറ്റു പലരിലേക്കുമാണ്. ആരെയാണ് കൂടുതൽ സ്നേഹമെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ഇന്റർനാഷണൽ ഫുട്ബോൾ കഴിഞ്ഞപ്പോ, വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോ ചിലരുടെ ഇഷ്ടം മെസ്സിയോടാണ്, ചിലരുടെ ഇഷ്ടം റൊണാൾഡോയോടാണ്. ചില ആളുകൾ തർക്കിക്കുകയാണ്. പെണ്ണുങ്ങളെ വോയിസ് അടക്കമാണ് ഈ കാണുന്ന ചില സോഷ്യൽ മീഡിയകൾ വരുന്നത്. എന്റെ ശ്വാസം നിലച്ചുപോയി മളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ പറയാൻ. അവസാനം എംബാപ്പ 3 ഗോൾ അടിച്ചപ്പോ ഞാൻ മെസ്സി തോറ്റുപോയി എന്ന് വിചാരിച്ചു, ഇപ്പം മരിക്കുമോ എന്നൊക്കെ വിചാരിച്ചു എന്ന് വരെ സ്ത്രീകൾ വോയിസ് വിടുകയാണ്. ഇതിന്റെ അർത്ഥം ഫുട്ബോൾ കാണണോ കാണണ്ടയോ, ഞാൻ വിവാദങ്ങൾ സംസാരിക്കാനില്ല. പക്ഷെ അത് കാണുകയാണെങ്കിൽ അതിന്റെ പോസിറ്റീവ് സൈഡ് മാത്രമേ നമ്മൾ കാണാവൂ. കാണണം എന്നല്ല ഞാൻ പറയുന്നത്. കാണുകയാണെങ്കിൽ അതിൽ ചില പോസിറ്റീവ് ഉണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയുക. എന്താ പോസിറ്റീവ്? ഇവിടുത്തെ ചെറുപ്പക്കാരോടാണ് ഞാൻ പറയുന്നത്. ചെറുപ്പക്കാരവിടെ കുറെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ റൊണാൾഡോ എന്ന് പറയുന്ന ഒരാളെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ, കളിയുടെ പേരിൽ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ അദ്ദേഹത്തിന്റെ ചില വ്യക്തിത്വത്തിന്റെ പേരിൽ ഇഷ്ടപ്പെട്ടോ, അതേതായിരിക്കും? ഒന്ന്, കളിയായിരിക്കാം ഏറ്റവും ടോപ്പ്. ഞാൻ അദ്ദേഹത്തെ പുകഴ്ത്താൻ വന്നതല്ല. പക്ഷേ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് സ്വന്തം അമ്മ അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. ദാരിദ്ര്യത്തിന്റെ പേരിൽ തന്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നു. അവസാനം മാതൃത്വത്തിന്റെ മനസ്സുണർന്നപ്പോ കൊല്ലാതെ വിടുന്നു. ആ കുട്ടി പിന്നെ ജനിക്കുന്നു. പഠിത്തത്തിൽ പറ്റ ബാക്കിലോട്ട് പോകുന്നു. അവസാനം 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുമ്പോ ടീച്ചറുടെ മുന്നിലേക്ക് പഠിത്തമില്ലാത്തവനെന്ന് ആക്കിയപ്പോ കസേരയെടുത്ത് വീശുന്നു. അങ്ങനെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. പിന്നീട് കളി ഗ്രൗണ്ടിൽ നിന്നും ദുഃഖത്തോടുകൂടി കളിച്ചിറങ്ങുന്നു. തെരുവ് തണ്ടേണ്ടി വരുമോ എന്ന് തോന്നുന്ന കാലം തന്റെ സഹോദരങ്ങളെ പോറ്റാൻ വേണ്ടി പ്രയാസപ്പെടുമ്പോ ക്ലബിൽ പോയി കളിക്കുന്നു. അങ്ങനെയാണ് ദ ഗ്രേറ്റ് എന്നറിയപ്പെടുന്ന റൊണാൾഡോയുടെ ജന്മമുണ്ടാകുന്നത്. പക്ഷെ അതല്ല കഥ. അതിലുമപ്പുറം നമ്മൾ ആലോചിക്കേണ്ടത്, ഇവിടുത്തെ ചെറുപ്പക്കാർ ആലോചിക്കേണ്ടത്,
ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോയാൽ ഉമ്മ വിളിച്ചാൽ നമുക്ക് വിളിക്കാറാൻ സമയമില്ല. നമ്മൾ ഈ പാടത്തായിരിക്കും കളിക്കുന്നത്, ഈ വയലിലായിരിക്കും കളിക്കുന്നത്. അപ്പുറത്തെ ഉമ്മ വിളിക്കുമ്പോഴേക്ക് ചെല്ലാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഇന്റർനാഷണൽ ഫുട്ബോളർ എന്നറിയപ്പെടുന്ന റൊണാൾഡോ, ഈ തന്നെ കൊല്ലാൻ നോക്കിയ മാതാവായിരുന്നിട്ട് പോലും, കഥകളെല്ലാം അറിയാമായിരുന്നിട്ട് പോലും, ഏത് ഇന്റർനാഷണൽ ഫുട്ബോൾ കളിക്കുമ്പോഴും അമ്മ വിളിച്ചാൽ ഉടനെ വീട്ടിൽ ഓടിയെത്തുന്നു എന്ന റൊണാൾഡോയാണ് നമ്മൾ ഗ്രൗണ്ടിൽ പഠിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇന്റർനാഷണലി ഉയർന്നു പോകുമ്പോഴേക്ക് മാതാപിതാക്കളെ മറക്കുന്ന ഒരാളെയല്ല നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ പറയുന്നത് അവരാരും വിശ്വാസികളൊന്നുമല്ല, എന്നാൽ അവരുടെ ചില നന്മകൾ നമ്മൾ കാണണമല്ലോ. എല്ലാ മനുഷ്യന്മാരുടെ നന്മ കണ്ടാൽ നല്ല സുഖമാണ്. എല്ലാ മനുഷ്യരുടെയും നന്മ കാണാം. തിന്മ എന്തുണ്ടാവും, നമ്മളവരെ പ്രൊമോട്ട് ചെയ്യല്ല. ഇതേപോലെ തന്റെ കൂടെ കളിക്കുന്ന കളിക്കാരൻ പറയുന്നുണ്ട്, കളിക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ളുഹറും അസറും വരുമ്പോ നിസ്കരിക്കാൻ സമയമായി പോയി നിസ്കരിച്ചിട്ട് വാ എന്ന് എന്നോട് പറയുന്നത് എന്റെ കളിക്കൂട്ടുകാരനും എന്റെ കൂട്ടുകാരനുമായ റൊണാൾഡോ ആണ് എന്ന് കളിക്കാർ പറയുന്നു. ആ റൊണാൾഡോയാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.